ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ശ്രീതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം. ദേവസ്വം ബോർഡ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട 10 പരാതികളാണ് ശ്രീതുവിനെതിരെ ലഭിച്ചത്. ശ്രീതുവിനെ കോടതിയിൽ ഹാജരാക്കും. അശ്വിൻ ഡിയാഗോയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായിരിക്കുകയാണ് ശ്രീതു എന്നത് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? വിനിത, വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ശ്രീതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള കേസിലാണ് ഇപ്പോൾ ശ്രീതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 പരാതികളാണ് നിലവിൽ ശ്രീതുവിനെതിരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 2 പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് പരാതികൾ പോലീസ് പരിശോധിച്ച് വരുന്നതേയുള്ളൂ. ഷിജു എന്ന ആളിൽ നിന്നും ഏതാണ്ട് 10 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ് ആ ഒരു പരാതിയിൽ പറയുന്നത്. ഈ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞായിരുന്നു ഈ ശ്രീതു പൈസ വാങ്ങിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, അവിടുത്തെ സെക്ഷൻ ഓഫീസറാണ് താനെന്നും അതിനാവശ്യമായ രേഖകൾ സംബന്ധിച്ച് ഇയാൾക്ക് അതിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ അടക്കം ശ്രീജു നൽകിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഇത്തരത്തിൽ ശ്രീജു വലിയ രീതിയിൽ പല ആളുകളിൽ നിന്നായി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, ജോലി വാഗ്ദാനം ചെയ്ത് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. കാരണം ഈ പൈസയ്ക്ക് വേണ്ടി ഈ പൈസക്കാർ നേരത്തെ തന്നെ ശ്രീതുവിനെ ഇത്തരത്തിൽ ഈ കടക്കാർ ശല്യം ചെയ്തിരുന്നു. ഈ പൈസ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പേർ ശ്രീതുവിനെ പലപ്പോഴായി ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഓരോ കള്ളങ്ങൾ പറഞ്ഞാണ് ശ്രീതു മാറി നിന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ അച്ഛന് സുഖമില്ല, അച്ഛൻ ക്യാൻസർ രോഗിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ ഈ കടക്കാരിൽ നിന്ന് ശ്രീതു രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അത് മാറി തൻ്റെ കുഞ്ഞിന് അപകടമുണ്ടായി ICUവിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രീതു പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നതായും പോലീസിന് വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു അതായത് ഈ ശ്രീതുവിന്റെ അപ്പൂപ്പൻ മരിച്ച 16-ാം ദിവസം തന്നെ മറ്റൊരു മരണം കൂടി സംഭവിക്കുന്നതിൽ പോലീസിന് അടിമുടി ദുരൂഹതയാണ് പോലീസിന് ആദ്യം മുതൽ തന്നെ സംശയിക്കുന്നതും. ഈ കുട്ടിയുടെ മരണത്തിനായി സാമ്പത്തിക ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കാര്യമായി അന്വേഷിക്കുന്നതും. നിലവിലിപ്പോൾ ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ ശ്രീതുവിനെതിരെ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. കാരണം ഇന്നലെ രാത്രി വൈകിയും പല ആളുകളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പലരിൽ നിന്നായി ശ്രീതു ഇത്തരത്തിൽ പല വാഗ്ദാനങ്ങൾ നൽകി. ദേവസ്വം ബോർഡിൽ തന്നെ പല ജോലികൾ തരപ്പെടുത്തി തരാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശ്രീതു വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ പിരിച്ചെടുത്ത പണം കൊണ്ട് ശ്രീതു എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ആരുടെയിലാണ് കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. പിരിച്ചെടുത്ത പണം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഈ പ്രതി നേരത്തെ ആത്മീയ ഒരു ആചാര്യൻ കൂടിയായിട്ടുള്ള ശ്രീതുവിൻ്റെ ആത്മീയ ആചാര്യൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ദേവിദാസിന് നൽകി എന്നതാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവരുടെ 2 പേരുടെയും ഈ ഫോൺ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം വിശദമായി പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും 2 പരാതികളാണ് ഇപ്പോൾ നിലവിൽ ശ്രീതുവിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളുടെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷിജു എന്ന ആളിൽ നിന്ന് താൻ സെക്ഷൻ ഓഫീസറാണെന്നും ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലുമാണ് ഇപ്പോൾ ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പറഞ്ഞിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഈ ശ്രീതുവുമായി ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇനിതാ ശരി, കുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് അതിന്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ശ്രീതുവിനെതിരായ ഈ സാമ്പത്തിക തട്ടിപ്പ് പരാതികളെല്ലാം തന്നെ വരുന്നത്. ഏതായാലും 10 പേരിൽ നിന്ന് പണം തട്ടി എന്ന് തന്നെയാണ്, ഇത്തരത്തിൽ നിയമനം വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തി എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അശ്വിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.